മുറുകെ പിടിക്കുന്നവരെന്ന് പറഞ്ഞാൽ ഒരു ഡിഫറൻസ് അവിടെ വേർതിരിച്ചു കിട്ടില്ല. അതുകൊണ്ട് റസൂലുള്ള ഖുർആൻ പിടിക്കുന്നവരെന്ന് മറുപടി പറഞ്ഞില്ല. അതുപോലെ തന്നെ റസൂലുള്ള പറഞ്ഞത് എന്താണ്? ഞാനും എന്റെ അനുയായികളും ഞാനും എന്റെ സഹചാരികളും ഞാനും എന്റെ സ്വഹാബയും ഏത് വഴിയിലൂടെ കടന്നുപോയോ, ഏത് വഴി സ്വീകരിച്ചോ ആ വഴിയെ അടിസ്ഥാന വഴിയായി സ്വീകരിച്ചവർ. എന്തുകൊണ്ട്? പ്രവാചകൻ അത് മറ്റൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്. തറക്തു ഫീകും അംറൈനി ലം തളില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബുല്ലാഹി വസുന്നത്തു റസൂലിഹി. പലപ്പോഴും സ്വഹാബികളെയും മദ്ഹബിന്റെ ഇമാമുമാരെയും കഴിഞ്ഞ 14 നൂറ്റാണ്ടുകളിൽ കടന്നുപോയ പൗരാണികരായ പ്രത്യുൽപ്പന്നമതികളായ പണ്ഡിത പ്രഭുക്കളെയും ചരിത്രത്തിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് തള്ളിക്കളയാൻ ഈ സമൂഹത്തിലെ അവാന്തര വിഭാഗക്കാർ പറയാറുള്ള ഒരു ഹദീസാണിത്. എന്താണ് ഇതിന്റെ അർത്ഥം? തറക്തു ഫീകും അംറൈനി, 2 കാര്യം ഞാൻ നിങ്ങൾക്ക് കൈമാറുകയാ. ലൻ തളില്ലു മാ തമസ്സക്തും ബിഹിമാ, ആ 2 കാര്യങ്ങളെ നിങ്ങൾ ഏറ്റെടുത്താൽ നിങ്ങൾ വഴികേടിലാവുകയില്ല, ഭിന്നിക്കുകയില്ല, ചിത്രിക്കുകയില്ല. ഏതാണ് ആ 2 ഘടകങ്ങൾ? കിതാബുല്ലാഹി വസുന്നത്തു റസൂലിഹി, അത് അള്ളാഹുവിന്റെ ഖുർആനാണ് ജനങ്ങളെ, പ്രവാചകന്റെ ചര്യയാണ് ജനങ്ങളെ എന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഇതിന്റെ അർത്ഥം? ഇതിന്റെ അർത്ഥം ഒദായിലെ സാധാരണ മുസ്ലിങ്ങൾക്കിടയിൽ ജിന്നുണ്ടോ ഇല്ലേ എന്ന ഒരു തർക്കം വരുമ്പോൾ ഒരു വിഭാഗം മൗലവിമാർ ജിന്നിനെ കൊതുകും ചെള്ളുമായി ചിത്രീകരിച്ചു എന്ന് വരുമ്പോൾ മറുവിഭാഗം ആളുകൾ അന്ധമായി അതിനെ അങ്ങേയറ്റം ഏറ്റെടുക്കുകയും ഒരു വേള അതുതന്നെയാണ് പടച്ചവൻ എന്ന ഘടകത്തിലേക്ക് എത്തിപ്പെടുകയും ചെയ്യുമ്പോൾ ഒദായിലെ സാധാരണ മുജാഹിദ് കാരണവന്മാർ എന്തു ചെയ്യണം? അവർ നേരെ ഖുർആനിലേക്ക് മടങ്ങണം, അവർ നേരെ ഹദീസിലേക്ക് മടങ്ങണം. ഏത് വിഷയത്തിൽ പഠിച്ചു എന്ന് പറയപ്പെടുന്ന മൗലവിമാർക്ക് വരെ ഗണ്യമായ തീരുമാനത്തിലെത്താൻ കഴിയാത്തൊരു വിഷയത്തിൽ ഈ രാജ്യത്തെ സാധാരണക്കാർ ഖുർആൻ പഠിക്കണം, പരിശോധിക്കണം എന്നാണോ ഇതിന്റെ അർത്ഥം? അല്ല. എന്തുകൊണ്ടല്ല? റസൂലുള്ള ഖുർആൻ തന്നു എന്ന് പറയുമ്പോൾ, ഹദീസ് തന്നു എന്ന് പറയുമ്പോൾ ഇന്ന് കാണുന്നത് പോലെ ഒരു ഖുർആനിന്റെ കോപ്പി ആ റസൂലുള്ള തന്റെ മുമ്പിൽ അനുയായികൾക്ക് കൈമാറിയിട്ടില്ല. അതുപോലെ ഹദീസിന്റെ ഒരു സമാഹാരം ബുഖാരി പോലെ മുസ്ലിം പോലെ തത്തുല്യമായ ഒരു ഗ്രന്ഥം റസൂലുള്ള കൈമാറിയിട്ടില്ല. പിന്നെയോ റസൂലുള്ള കൈമാറി എന്ന് പറയുന്ന ഖുർആൻ ഏതാണ്? റസൂലുള്ള കൊടുത്തു എന്ന് പറയുന്ന ഹദീസ് ഏതാണ്? ആ ഹദീസും ഖുർആനും ഏതാണെന്ന് റസൂലുള്ള തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൈമാറിയ ഖുർആൻ ഏതാ? ഒരു ഖുർആനിന്റെ കോപ്പി ലോകത്തില്ല, ഹദീസിന്റെ ഒരു സമാഹാരം ലോകത്തില്ല. പിന്നേതാ റസൂലുള്ള പറഞ്ഞ ഖുർആൻ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ അത് വിശദീകരിച്ചു. അസ്ഹാബി കന്നുജൂം ഫബിഅയ്ഹി മുഖ്തദൈതും യുഹ്തദൈതും, ഞാൻ കൈമാറുന്ന ഖുർആൻ ഉള്ളത് സ്വഹാബിമാരുടെ ഖൽബുകളിലാ, ഹൃദയത്തിലാ. ഞാൻ കൈമാറുന്ന ഹദീസ്, ഞാൻ പഠിപ്പിച്ച ഹദീസ്, എന്റെ സുന്നത്ത്, അത് നിലനിൽക്കുന്നത് എന്റെ സ്വഹാബിമാരിലാ. അതുകൊണ്ട് ഞാൻ ഖുർആനും ഹദീസും കൈമാറുന്നുണ്ട്. പക്ഷേ അത് സഞ്ചരിക്കുന്ന ഖുർആനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവാണ്. സഞ്ചരിക്കുന്ന ഹദീസ് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവ. അല്ലാത്തൊരു ഹദീസ്, ഒരു ഗ്രന്ഥമോ ഒരു സമാഹാരമോ ലോകത്തില്ല. അതുകൊണ്ട് തന്നെ പ്രിയമുള്ള സഹോദരന്മാരെ, അള്ളാഹുവിന്റെ റസൂൽ വ്യക്തമായി പറഞ്ഞു, ആ സ്വർഗത്തിൽ പോകുന്ന വിഭാഗമാരാണ് മാ അന അലൈഹി വ സുഹാബി, ഞാനും എന്റെ അനുയായികളും ഏതു വഴിയിലൂടെ പോയോ, എന്റെ ഖുർആൻ ഞാൻ കൽബിലേൽപ്പിച്ച, എന്റെ സുന്നത്തിനെ ഞാൻ കർമ്മത്തിൽ കൈമാറിയ എന്റെ സ്വഹാബ ഏതു വഴിയാണോ പഠിപ്പിച്ചത്, എങ്ങനെയാണോ ജീവിച്ചത്, എങ്ങനെയാണോ മരിച്ചത്, ആ വഴി സ്വീകരിച്ചവരാണ് സ്വർഗത്തിൽ പോകുന്ന വിഭാഗം. ഇത് നമ്മൾ പറയുമ്പോൾ, ഇത് നമ്മൾ സമൂഹത്തോട് പറയുമ്പോൾ പലപ്പോഴും 73 വിഭാഗത്തിൽ ചില വിഭാഗങ്ങളൊക്കെ നമ്മുടെ നാടുകളിലുണ്ട്. കേരളത്തിൽ സുന്നികളും മുജാഹിദുകളും ജമാഅത്തുകാരും ചേകന്നൂരും ഖാദിയാനിയുമായി വിവിധ തട്ടുകളിൽ മുസ്ലിം സമൂഹം ഓഹരി ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഈ ഹദീസ് ആർജവത്വത്തോടെ പറയാനും ആ ഹദീസിൽ റസൂലുള്ള പറഞ്ഞ മില്ലത്ത് തങ്ങളാണെന്ന് അവകാശപ്പെടാനും പലപ്പോഴും അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആളുകൾക്കല്ലാതെ സാധിക്കാറില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ ഹദീസിനെ തള്ളിക്കളയാനും അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് എന്ന് പറയുന്ന പാന്താവിനെ, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അഹ്ലുസുന്ന പ്രവാചകന്റെ ചര്യ സ്വീകരിച്ചവർ എന്നാണ്. വൽ ജമാഅ എന്ന് പറഞ്ഞാൽ ആ ചര്യ ഏറ്റെടുത്ത, ആ സുന്നത്ത് കൈമാറപ്പെട്ട സ്വഹാബിമാരാകുന്ന ജമാഅത്തിനെ സ്വീകരിച്ചവർ എന്നാണ്.
അങ്ങനെയുള്ള അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് എന്ന് പറയുന്ന വിഭാഗം, അതാണ് റസൂലുള്ളാഹി പറഞ്ഞ മാ അനാ അലൈഹി വസ്വഹാബി എന്നത്. മാ അനാ അലൈഹി വസ്വഹാബി എന്ന് ആ സ്വർഗത്തിൽ പോകുന്നവരാരാണ് എന്ന ചോദ്യത്തിന് റസൂലുള്ളാഹി പറഞ്ഞ മറുപടി മാ അനാ അലൈഹി വസ്വഹാബി, ഞാനും എന്റെ സ്വഹാബികളും പോയ വഴി, അഥവാ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ വഴി. പല റിപ്പോർട്ടുകളിലും ആരാണ് ആ വിഭാഗം എന്ന ചോദ്യത്തിന് റസൂലുള്ളാഹി മറ്റൊരു ശൈലിയിൽ പറഞ്ഞ മറുപടിയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവർ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത. എന്തായാലും ആശയം ഒന്നു തന്നെ. മാ അനാ അലൈഹി എന്ന് പറഞ്ഞാൽ അഹ്ലുസുന്ന, വസ്വഹാബി എന്ന് പറഞ്ഞാൽ വൽ ജമാഅ. അതാണ് അതിന്റെ പര്യായം. അത് പര്യായ പദങ്ങളാണ്. എന്നാൽ പലപ്പോഴും മുജാഹിദ് മൗലവിമാർ ആ വാചകത്തെ തന്നെ, കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ മുസ്ലിങ്ങൾ സ്വീകരിച്ച ഈ വാക്കിനെ തന്നെ പലപ്പോഴും തള്ളിക്കളയാറുണ്ട്. അതിൽ ആ കൂട്ടത്തിൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് എന്ന് പറയുന്ന, അഥവാ പ്രവാചകന്റെ ചര്യയും സ്വഹാബിമാരെയും സ്വീകരിച്ചവർ എന്ന അർത്ഥത്തിൽ അറിയപ്പെട്ട ലോക മുസ്ലിങ്ങൾക്കിടയിൽ ആ വാക്ക് തന്നെ അനിസ്ലാമികമാണ്. അല്ലെങ്കിൽ അങ്ങനെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് ആകണമെന്ന്, അഥവാ പ്രവാചകചര്യയും സ്വഹാബികളെയും സ്വീകരിക്കണമെന്ന് റസൂലുള്ളാഹി എവിടെയും പറഞ്ഞിട്ടില്ല, അള്ളാഹു എവിടെയും പറഞ്ഞിട്ടില്ല എന്ന അർത്ഥത്തിൽ ഒരു മൗലവി, ഒരു മുജാഹിദ് മൗലവി, മമ്മൂട്ടി എന്ന് പറയുന്ന സഹോദരൻ പ്രസംഗിക്കുന്നത് സഹോദരന്മാരെ നിങ്ങളൊന്ന് കാണുക. ഞങ്ങളാണ് യഥാർത്ഥ മുസ്ലിങ്ങൾ. അതേവർ പ്രയോഗിക്കുന്ന മറ്റൊരു വാചകം ഞങ്ങളാണ് സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ എന്നാണ്. ആരെങ്കിലും പറയാറുണ്ടോ ഞങ്ങൾ സുന്നത്ത് ജമാഅത്തല്ല എന്ന്? ഇല്ല. മുജാഹിദ് രണ്ട് വിഭാഗമുണ്ട്. സമസ്ത ഒന്നും രണ്ടും മൂന്നും അല്ല, ഒരുപാട് വിഭാഗമുണ്ട്. തബ്ലീഗ് ജമാഅത്തുണ്ട്, ജമാഅത്തെ ഇസ്ലാമിയുണ്ട്, ത്വരീഖത്തുകാരുണ്ട്, സംഘടന വേണ്ടെന്ന് പറയുന്നവരുണ്ട്. അങ്ങനെ വ്യത്യസ്തങ്ങളായ ഒരുപാട് ഗ്രൂപ്പുകളും പാർട്ടികളും പ്രസ്ഥാനങ്ങളും ഒക്കെ പറയുന്നു ഞങ്ങളാണ് യഥാർത്ഥ മുസ്ലിങ്ങൾ, യഥാർത്ഥ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആളുകൾ. ശരി, പ്രവാചകൻ ഏതെങ്കിലും സ്വഹീഹായ ഹദീസിലൂടെ നമ്മളെ പഠിപ്പിച്ചോ നിങ്ങളൊക്കെ സുന്നത്ത് ജമാഅത്താകണമെന്ന്? മുസ്ലിങ്ങളെ നിങ്ങൾ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്താകണമെന്ന് ഏതെങ്കിലും ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധ്യമല്ല. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകനെ സ്വീകരിച്ചവരും പ്രവാചകൻ ദീൻ പഠിപ്പിച്ച സ്വഹാബിമാരെ സ്വീകരിച്ചവരും എന്നാണ്. ആ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിനെ മമ്മൂട്ടി എന്ന് പറയുന്ന മൗലവി അതിനെ നിരാകരിക്കുകയാണ്. മാത്രമല്ല, ബഹുമാനപ്പെട്ട അബ്ദുർ റഷീദ് ഫത്തപിരിയം സഖാഫി ഏതാനും സമയങ്ങൾക്കകം ഇവിടെ വരാൻ പോകുന്നു. അദ്ദേഹം ഈ ആശയത്തെ തന്നെ ഒരു വേദിയിൽ വെച്ച് സംസാരിക്കുമ്പോൾ അബ്ദുറഹ്മാൻ അൻസാരി എന്ന് പറയുന്ന മറ്റൊരു മൗലവി ആ ഹദീസിൽ സുന്നത്തി ജമാഅത്ത് അല്ല മാ അനാ അലൈഹി എന്നത് എന്ന അർത്ഥത്തിൽ അദ്ദേഹം സുന്നത്തി ജമാഅത്തിനെ നിഷേധിക്കുകയും അങ്ങനെ സുന്നത്തി ജമാഅത്ത് എന്നറിയപ്പെടാൻ, സുന്നത്തി ജമാഅത്ത് എന്ന് അവകാശപ്പെടാൻ, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് എന്ന് പറയാൻ ഇസ്ലാമിൽ എവിടെ തെളിവ്, എവിടെ അതിന് ഹദീസ്, എവിടെ അതിന് ആയത്ത്? അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് എന്ന് പറയാൻ എവിടെ തെളിവ് എന്ന അർത്ഥത്തിൽ പത്തപ്പിരിയം റഷീദ് സഖാഫിയെ അബ്ദുറഹ്മാൻ അൻസാരി എന്ന് പറയുന്ന മൗലവി ഗണ്ണിക്കുന്നതും റഷീദ് സഖാഫി അവതരിപ്പിക്കുന്നതും നിങ്ങൾക്ക് കാണാം. പിന്നെ എന്താ പ്രവാചകർ പറഞ്ഞത്? വളരെ നിരീക്ഷിച്ച് വളരെ സൂക്ഷ്മതയോടുകൂടെ ഭാവി കണ്ടറിഞ്ഞ പ്രവാചകർ ഐഡന്റിറ്റി കാട്ടി നിൽക്കുക. ആർക്ക്? ബൂത്തിൽ പോകുന്ന വോട്ടർമാർക്കല്ല, സ്വർഗത്തിൽ പോകുന്ന അനുയായികൾക്ക്. റസൂലുള്ളാഹി നൽകുക ഐഡന്റിറ്റി കാർഡ്. എന്താ അതിലുള്ളത്? ഹും അഹ്ലുസുന്നത്തി വൽ ജമാഅ, അവർ സുന്നികളാണ്. ഞങ്ങള് നരകത്ത് കാക്കാൻ റഷീദ് സഖാഫി ചെയ്തണ്ട്. നിങ്ങള് റഷീദ് സഖാഫി റസൂലുള്ളാഹിന്റെ ഒരു പ്രവചനാന്ന് മനസ്സിലായി, പുലർന്നതാണ്. എന്റെ സമുദായം 73 വിഭാഗമാകും, അത് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും നരകത്തിൽ ഇല്ലാ മില്ലത്തൻ വാഹിദ, ഒരൊറ്റ കക്ഷി ഒഴികെ. മൻഹും യാ റസൂലല്ലാഹ്, ആരാണ് പ്രവാചകരെ എന്ന് സഹാബത്ത് ചോദിച്ചു. അപ്പൊ റഷീദ് സഖാഫി വിശദീകരിക്ക, ഹും അഹ്ലുൽ കിതാബി വസുന്ന, അവര് കിതാബും സുന്നത്തും മുറുകെ പിടിക്കണവരാണെന്ന് പറഞ്ഞില്ല, ഞങ്ങളാണ് അത് പറയല്. പിന്നെ ആരെ പറ്റിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? ദീർഘവീക്ഷണത്തോട്